ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് ബോർഡ്. അപ്പോൾ ഇന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു മുൻപ് നമ്മളുടെ 10th പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്നവര് തീർച്ചയായിട്ടും നോക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ റിലേറ്റഡ് ടു കേരള ജിയോഗ്രഫി, സം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ 14 ഡിസ്ട്രിക്ട്സിനെയും വെച്ചിട്ടുള്ള കുറച്ച് കാര്യം ഞാനൊരു ഷോർട്ട് നോട്ട് ആക്കിയിട്ടുണ്ട്. അത് കംപ്ലീഷനിലാണ് ആ നോട്ട്. ആക്ച്വലി നാളെ ആയിരിക്കും ഞാനത് അപ്ലോഡ് ചെയ്യാം. അത് ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്ത് ചാനൽ ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്തവർക്കായിരിക്കും ആക്സസ് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. ലെവൽ 2 അതെടുത്തവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു നോട്ട് എന്ന് പറയുന്നത് ഞാൻ സെൽഫായി പ്രിപ്പയർ ചെയ്തതാണ്. നമുക്ക് സ്വതേ ഈ പറയുന്ന PYQസിലൊക്കെ കണ്ടുവരുന്ന 14 ഡിസ്ട്രിക്ട്സിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ നമ്മളൊരു വേറെ വല്ല പുസ്തകമൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ കുറേയധികം ഫാക്ട്സ് ആണ് ഓവർലോഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കൂടുതലും എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള, ചോദിച്ച് കണ്ടിട്ടുള്ളത് മാത്രം പിക്ക് ഔട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ടൈമിൽ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഏറ്റവും വേണ്ടതിനെ ഒന്ന് നോക്കുക എന്നുള്ളതാണല്ലോ. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഞാൻ 14 ഡിസ്ട്രിക്ട്സിന്റെയും ഓവർലോഡഡ് ഫാക്ട്സ് ഒരു 10-20 പേജ് തന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താണ് കൺഫ്യൂസിങ് ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു കോണ്ടന്റിനെ എന്താണ് മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ളതിനെ, ആ കുറച്ചുള്ളതിനെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മിക്കവാറും നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യാം. നമ്മളുടെ VFA എന്ന് പറയുന്ന എക്സാമിന് ആക്ച്വലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ LDCയുടെ അതേ സിലബസ് ആണ്. അപ്പോൾ പലർക്കുമുള്ളൊരു ഡൗട്ട്, ഈ പറയുന്ന സിലബസിലെ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഈ 2 മാസം കൊണ്ട് എങ്ങനെ കൃത്യമായിട്ടൊരു പഠനം നടത്തുമെന്നുള്ളതാണ്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ, സോ ദാറ്റ് അത് നല്ല രീതിയിൽ എഴുതാൻ പറ്റുമോ എന്നുള്ള കുറേയധികം ഡൗട്ട്സും കൺഫ്യൂഷൻസും ഉള്ള കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ചിലപ്പോൾ മേ ബി ഓരോ എക്സാമിനും നമ്മൾ എഴുതുന്ന പലതും അറ്റൻഡ് ചെയ്യുന്ന ഓരോ എക്സാമിൻ്റെയും സിലബസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊന്നും കേവലം ഈ പറയുന്ന രീതിയിൽ എല്ലാം കൃത്യമായി പഠിച്ച ഒരു ടൈം പീരീഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും നല്ലൊരു 1-2 വർഷമെങ്കിലും എടുക്കേണ്ടി വരും. കാരണം അത്രയ്ക്കധികം കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ വളരെ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ ഈ പറയുന്ന പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു ലോങ് പീരീഡ് തന്നെ വേണം. അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന എക്സാംസും ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ച് എങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 2 മാസം എന്ന് പറയുന്നതിനെ എന്താണ് നിങ്ങൾ തീർച്ചയായിട്ടും എങ്ങനെ ഉപയോഗപ്പെടുത്താം നിങ്ങളുടെ പഠനത്തിനായിട്ട്. VFA എന്ന് പറയുന്ന ഒരു എക്സാമാണ് നിങ്ങൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ, കാരണം ഇത് സിംഗിൾ എക്സാം ആണ്. മറ്റുള്ള എക്സാമുകൾ പോലെയല്ല നമുക്ക് പ്രിലിംസ് എഴുതി അതിൻ്റെ റിസൾട്ട് വന്ന് കാത്തിരുന്ന് മെയിൻസ് എഴുതി മെയിൻസിൻ്റെ റിസൾട്ട് ഒന്നും നോക്കണ്ട. VFA എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ASM പോലെയാണ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലെയാണിത്. ഇത് ഒരൊറ്റ നമ്മളുടെ ഓരോ ദിവസവും ഈ പറയുന്ന 2 മാസമാണെങ്കിൽ അതിന് നിങ്ങൾ ഓരോ ദിവസവും എടുക്കുന്ന എഫേർട്ട് അത്രത്തോളം എന്താണ് നിങ്ങളുടെ റാങ്കും നിർണ്ണയിക്കും. ഓക്കെ, നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ ഇത് ഓരോ ഡിസ്ട്രിക്ട് വൈസാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒഴിവുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഒഴിവുകൾ ഡസൻ മാറ്റർ. ഞാൻ പറഞ്ഞു, നമ്മളുടെ ടാർഗറ്റ് നമ്മളൊരു സാധനത്തിന് പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ഞാനത് 10ൻ്റെ ഉള്ളിൽ വരും, അതാണ് എൻ്റെ ലക്ഷ്യം, അതാണ് എൻ്റെ ആഗ്രഹം, അതിനുവേണ്ടി ഞാൻ എന്നെക്കൊണ്ടാവുന്നത് എല്ലാം ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്താണ് ഉണ്ടാക്കിയെടുത്ത് അതിന് വേണ്ടിയിട്ടുള്ളത് ഈ മൊമെന്റിലാണെങ്കിലും തുടങ്ങുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നോക്കി കൃത്യമായി ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയും പറയുന്ന ഈ ഒരു പോർഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മൊത്തത്തിൽ നിങ്ങൾ വായിച്ച് കൃത്യമായി നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് ആകെ എന്താണ് വളരെയധികം സ്ട്രെസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അയ്യോ, ഇതൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കാനാണ്, ഇത് അത്രയ്ക്കില്ലേ എന്നുള്ള കുറേയധികം ഡൗട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ഞാൻ പറയട്ടെ, നമുക്ക് നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ നടത്താൻ നിങ്ങൾ ഈ പറയുന്ന എന്താണ് സിലബസിലെ എല്ലാ മുക്കും മൂലയും അരിക്കി പറിച്ച് എന്താണ് പഠിച്ച് ഇതാക്കണം എന്നല്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ബേസിക്കലി നിങ്ങളൊരു ഈ ഒരു എക്സാമിന് വേണ്ടി എന്താണ് പഠിക്കാനിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഈ സിലബസ് ഒന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെയാണ് ഏരിയാസ് എന്നൊന്നും നിങ്ങൾക്ക് കത്തണമല്ലോ, എന്തൊക്കെയാണ് ഏതിന്നൊക്കെയാണ് ചോദിക്കാനുള്ളത്. പക്ഷേ ഇതിലുള്ള എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് ചോദിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, എല്ലാ ഭാഗത്തു നിന്നും ടച്ച് ചെയ്ത് അങ്ങനെയും ചോദിക്കത്തില്ല. ഇപ്പോൾ നമുക്കിവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കലാകായികം സാഹിത്യം, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിന് 5 മാർക്കാണ്. ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം എടുത്താൽ തന്നെ എന്തോരം കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് ആലോചിക്കേ അല്ലേ. അത് കേവലം നിങ്ങൾക്ക് ഒരു 2 മാസം എന്നല്ല എത്ര ഇരുന്നാലും കഴിയില്ല. അതുപോലെ ഇത്രയും വിഷയങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് കഴിയില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഒരു ചുരുങ്ങിയ സമയം നമ്മൾ മാക്സിമം എന്താണ് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഇതിൽ, എന്നാൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCERTയുടെ കംപ്ലീറ്റ് ക്ലാസ് ആണ്. നമ്മുടെ സിലബസ് വൈസ് വേണ്ട കംപ്ലീറ്റ് ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, ദെൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ SCERT കൺസേൺഡ് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം പക്കയായിട്ട് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. 5 to 10, 5 തൊട്ട് 10 വരെ ഉള്ളതിൻ്റെ അത് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ
ഈ പറയുന്ന പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ചോദിക്കുന്നുണ്ട്. ധാരാളം പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, PYQs. എനിക്ക് കുറേയധികം പ്രാക്ടീസ് ചെയ്തതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, SCERT അവരുടെ ഒരു കീ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, നല്ലവണ്ണം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. കാരണം ഒരു പുതിയ ടെക്സ്റ്റിൽ കുറേയധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിൻ്റെ പേപ്പർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സബ്ജക്ട്സിൽ നിന്നൊക്കെ അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റിൽ നിന്ന് 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ഒക്കെ ടെക്സ്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ടെക്സ്റ്റ് മാത്രം പഠിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ആ ടെക്സ്റ്റ് പഠിക്കുന്നതിന് കേവലം ഒരു പഠനം മാത്രം പോരാ. ജസ്റ്റ് റീഡിങ് ഇസ് നോട്ട് സഫിഷ്യൻറ്റ്. അവിടെ എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഫിസിക്സിൽ ഒരു പ്രോബ്ലം തന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഒരു LD ലെവലിലാണ് VFA നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ എക്സ്ട്രാ ഫാക്ട്സ്, അതായത് ഓരോ കൺസേൺഡ് SCERTയിൽ ഓരോന്നിനും കൺസേൺഡ് ആയിട്ട് നമുക്ക് എക്സ്ട്രാ ഫാക്ട്സ് ധാരാളം പറയാൻ പറ്റും. പക്ഷേ ടെക്സ്റ്റിൽ അത് ഉണ്ടാവില്ല. നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റിൽ ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം, അതായത് കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ് ഡയമണ്ട്, ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ് അവിടെ ഉള്ളതെന്ന്. പക്ഷേ ഡയമണ്ടിന് അപ്പുറമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ പറയുന്നുണ്ട് ക്ലാസ്സിൽ. ഇങ്ങനെ ഓരോ വിഷയം നമ്മുടെ ടെക്സ്റ്റിലുള്ളതിൽ എക്സ്ട്രാ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്, വിത്ത് ദാറ്റ് മച്ച് എഫേർട്ട്. ഓക്കെ, ഓരോന്നും നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ് വീഡിയോ ക്ലാസ് ആയിട്ടാണ് എത്തുക. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ 5 തൊട്ട് 10 വരെയുള്ള ഈ കംപ്ലീറ്റ് സോഷ്യൽ, ഓക്കെ, കംപ്ലീറ്റ് സയൻസ് എടുക്കുന്നത്. അത്രയ്ക്കധികം ടെക്സ്റ്റുകളുണ്ട്. 9, 10ലേക്ക് എത്തുമ്പോൾ സോഷ്യലൊക്കെ 4 ടെക്സ്റ്റാണ്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓരോന്നും 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഈ ഒരു VFA കൺസേൺഡ് ആയിട്ട് തീവ്രമായിട്ട് ഒരു നല്ലൊരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യം. ആൻഡ് ഇതിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ടെസ്റ്റ് വിത്ത് എ ഡെയിലി സ്റ്റഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സിലബസിലെ കോർ പോർഷൻസ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ദിവസവും നിങ്ങൾക്ക് തരും. അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായി പഠിക്കും. പഠിച്ചതിന് ശേഷം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ട് ഉള്ളൊരു കാര്യമാണ്, നമ്മൾ ഓരോ ദിവസവും പഠിക്കണമെന്ന് നമുക്ക് തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എന്ത് ചെയ്യില്ല, നമ്മളൊരു റാൻഡമായിട്ട് കുറച്ച് സബ്ജക്ട്സ് നോക്കും, അങ്ങനെയാണ് ചെയ്തു പോവുക. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. നമ്മൾ എവിടെയാണ്, എന്താണ് പഠിക്കുന്നത്, അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം. ഓക്കെ, തോന്നിയ പോലെ അവിടെ നിന്ന് ഇവിടുന്ന് വാരി വലിച്ച് പഠിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ പല ഇൻഫർമേഷനും ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ക്ലോഗ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സിസ്റ്റമാറ്റിക് വേ ഓഫ് അപ്രോച്ചിലൂടെ പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഒരു ചോദ്യം കാണേണ്ട താമസം നമുക്ക് ഉത്തരത്തിലോട്ട് എത്താനും പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഡെയിലി ടെസ്റ്റ് വിത്ത് എ ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഞാൻ 10th പ്രിലിംസിനും അപ്ലൈ ചെയ്ത കാര്യമാണ്. ആൻഡ് സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. LGS കംപ്ലീറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ടെസ്റ്റ് എന്താണ്, ഫിനിഷ്ഡ് ആണ്. കാരണം നമ്മൾ സിലബസിലെ ഓരോ പോർഷനും വെച്ചിട്ട് ഓരോ ദിവസവും ഇത്രയും സബ്ജക്ട്സിൽ നിന്ന് പഠിക്കാൻ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്നത് പഠിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി എന്താവും, ബയസ്ഡ് ആകും. ഇന്ന് ഇത്രയും ടാർഗറ്റ് ഉണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, പഠിക്കണം എന്നുള്ളൊരു ഇത് വരികയും, സോ ദാറ്റ് ആ പഠിച്ചതിൽ നിന്ന് നിങ്ങൾ രാത്രി അത്രയും പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലൊരു ടെസ്റ്റായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് താങ്കൾ പഠിച്ചതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനിയും ശ്രദ്ധിക്കാറുണ്ടല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ഈ ഡെയിലി ടെസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഈ SCERT ക്ലാസ് പ്ലസ് ഈ ഡെയിലി ടെസ്റ്റ് വിത്ത് ഡെയിലി സ്റ്റഡി പ്ലാൻ പ്ലസ് കറണ്ട് അഫയേഴ്സിൻ്റെ നവംബർ 2025 തൊട്ടുള്ള കുറച്ച് ക്യാപ്സ്യൂൾ നോട്ടുകളും ഇതിലുണ്ടാവും. ഇതാണ് ഞാൻ VFAക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ മാക്സിമം ഈ സിലബസിലെ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത്രയും കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒരു സിലബസിൽ, അല്ല ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങളെ നിങ്ങൾ ഈ ചുരുങ്ങിയ സമയം ഓരോ ദിവസവും എത്ര കൃത്യമായി പഠിച്ച് അതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എത്രത്തോളം കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് ഞാൻ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ഇടുന്നത്. ഓക്കെ, നമ്മൾ റാൻഡമായിട്ട് ചെന്നിട്ട് ഒരു ടെസ്റ്റ് എടുക്കുന്നു. ആ ടെസ്റ്റിൽ ഈ പറയുന്ന ഇത്രയും വിഷയങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ്, ഏത് ഏരിയ ആണെന്നുള്ളൊരു കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്, അല്ലേ? ഇപ്പോൾ ബയോളജിയിൽ മനുഷ്യ ശരീരം ഉൾപ്പെടുന്ന ഭാഗമുണ്ട്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ഇനി ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇതിൽ നിന്ന് വേണമെങ്കിലും ഒരു ടെസ്റ്റിൽ വന്നൂടെ? ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിൽ നിന്ന് ഏത് ഏരിയ ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഏരിയ പഠിച്ചിട്ട് ടെസ്റ്റ് ചെയ്തുമ്പോൾ ഈ ഏരിയയിൽ നിന്ന് വിറ്റാമിൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം, അല്ലേ? മനുഷ്യ ശരീരം ഹാർട്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിൽ ഹാർട്ടിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങൾ വരാം, അല്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പിൽ സ്റ്റേറ്റ്മെൻറ്റ് വരാം, ഫാക്ച്വൽ വരാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. സോ ഐ ഹോപ്പ് ദാറ്റ് ഈ ഒരു എക്സാമിനും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. സോ ഇന്ന് തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും ചേരാൻ ഈ VFA എന്നുള്ളൊരു എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കും ബെനിഫിഷ്യൽ ആകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കുറച്ച് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ചേരാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടും. ഇനി അല്ലാത്ത പക്ഷം ജസ്റ്റ് ടെലിഗ്രാമിൽ വൃന്ദാവൻ PSC വേൾഡ് എന്ന് പറയുന്ന എൻ്റെ ഈ
ചാനൽ നെയിം ടൈപ്പ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ജേർണി എന്ന് പറയുന്നതിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കുക. നിങ്ങൾ ത്രൂ ഔട്ട് ഓരോ ഏരിയ ഫോക്കസ്ഡ് ആയിട്ട് ദിവസവും നിങ്ങൾ കൃത്യമായി ട്രാക്ക് ചെയ്ത് പഠിച്ചു പോകുക. ഓക്കെ, അത് എന്താണ് കൃത്യമായിട്ട് അതൊരു സിസ്റ്റമാറ്റിക് വേയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുക. ഒപ്പം SCERT നിന്ന് ഈ ഒരു എക്സാമിന് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു ഇതിൽ SCERT പാഠഭാഗങ്ങളെ കംപ്ലീറ്റ് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ക്യാപ്സ്യൂൾ നോട്ടുകളുമാണ്. ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇപ്പോൾ ലെവൽ 1 മെമ്പർഷിപ്പ് എടുത്തവർക്ക് കുറച്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലെവൽ 1 ആക്സസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കുറേയധികം PYQs ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡെയിലി ഒരു സെഷൻ ഇങ്ങനെ ചെയ്തു പോകണം, എന്നാലേ നമുക്ക് കൃത്യമായിട്ട് ഒരു ക്ലാസ് ഒരു വഴി, ഡെയിലി പഠിക്കുന്നത് ഒരു വഴി, ആൻഡ് ഡെയിലി ടെസ്റ്റ് ഒരു വഴി, ഇത് മൂന്നും കൃത്യമായിട്ട് നമുക്ക് ഡെയിലി ചെയ്തു പോകണം. ഓക്കെ, മാത്സ് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് പോകണം. ഇങ്ങനെയാണ് ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം. ആൻഡ് നിങ്ങൾക്ക് ഇത് വേണം എന്ന് തോന്നലുണ്ട് എങ്കിൽ ട്രസ്റ്റ് മീ, അത്രയും അഫോർഡബിൾ പ്രൈസിനാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ഈ പറയുന്ന SCERT എന്ന് പറയുന്നത് ഇഷ്ടം പോലെയാണ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ അത്രയും എഫേർട്ട് അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ഓരോ വീഡിയോ ക്ലാസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതിൻ്റെ പിന്നിലുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി റെഫർ ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വെറുതെ അതിലുള്ള കാര്യം മാത്രം പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എടുക്കുന്ന എന്തൊരു കാര്യത്തിലും നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു എക്സ് ഫാക്ടർ കാണണം എന്നുള്ളത് എൻ്റെ ഒരു മസ്റ്റ് ഫാക്ടറാണ്. ഓക്കെ, എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. മാത്രമല്ല ആ എടുത്തതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതും എനിക്ക് പേഴ്സണലി ഞാൻ നിർബന്ധം, എന്താണ് എൻ്റെ മനസ്സിൽ നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതിന് കൃത്യമായിട്ടൊരു കാര്യം വേണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. പിന്നെ എന്താണ് തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് ഇനി നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഓക്കെ, ജസ്റ്റ് നിങ്ങളുടേതായൊരു സ്റ്റഡി പ്ലാൻ ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം സ്വയം. ഓക്കെ, ഡെയിലി കൃത്യമായിട്ട് സെറ്റ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് സ്വയം പഠിച്ചു പോകാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളെ കൊണ്ട് പറ്റും. ആ ഒരു കോൺഫിഡൻസ് പക്ഷേ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ 1% പോലും ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട. പകരം എന്താണ്, നിങ്ങളെ കൊണ്ട് പറ്റും. ഓരോ നിമിഷവും നിങ്ങളുടെ ഉള്ളിൽ ആ റാങ്ക് 10-നുള്ളിൽ ഞാൻ വരും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അത് മാത്രം ലക്ഷ്യം വെച്ച് പഠിക്കുക. ഓക്കെ, കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പഠിച്ച് പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്കത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ സമയം എന്നുള്ളതല്ല, സമയം ചെറുതോ അല്ലെങ്കിൽ ചുരുങ്ങിയ സമയമാണോ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതല്ല, ഇനി എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സമയം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ടാസ്ക്കാണിത്. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹൗ യു ക്യാൻ കവർ ഓൾ ദീസ് പോർഷൻസ്, അല്ലെങ്കിൽ ഹൗ യു ക്യാൻ സ്റ്റഡി വിത്തിൻ ദീസ് ലിമിറ്റ്സ് എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ടാസ്ക്. ഈ ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇത് ബൈൻഡിങ് ആണ്. നിങ്ങളുടെ മുകളിൽ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ അതിനുള്ള വഴി കണ്ടെത്തും. ഓക്കെ, സോ അത് സ്മാർട്ടായിട്ട് വൈസായിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു എക്സാമിന് വേണ്ടി ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകാതെ നേരത്തെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് അത്രത്തോളം ചോദ്യങ്ങൾ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഈ ഒരു VFAക്ക് മുമ്പ് വരെ കവേർഡ് ആകും. കാരണം ഓരോ സിലബസ് വൈസ് പോർഷൻസ് അതിൻ്റെ ഉള്ളിലത്തെ ഏരിയാസ്, ചെറിയ ഏരിയാസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ തന്നെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി തയ്യാറാക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ടെസ്റ്റ് ആയിട്ട് വരുന്നത്. സോ അതിൽ അത്രത്തോളം എഫേർട്ട് ഉണ്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും. സോ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനിയാണെങ്കിലും VFAക്ക് പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. സിംഗിൾ എക്സാം ആണെന്ന് ആദ്യമേ ഓർക്കുക. അതിനനുസരിച്ച് ഒരു നിമിഷം പോലും അല്ലെങ്കിൽ എന്താ പറയുക അതിലൊരു കോംപ്രമൈസും ചെയ്യരുത്. ടൈം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്യുക. സോ ദാറ്റ് എന്താണ് നിങ്ങൾക്ക് അവിടെ ഓരോന്നിനും സമയം കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.